നമുക്കൊരു ക്യാരൽ കോമ്പറ്റീഷന് ജഡ്ജായിട്ട് പോയാലോ? സത്യം പറഞ്ഞാൽ പാട്ടുമായിട്ടൊന്നും അങ്ങനെ വലിയ ബന്ധമില്ലാത്തതിനെ വിളിച്ചപ്പോൾ തന്നെ ഞാനൊന്ന് ഞെട്ടിപ്പോയി. പിന്നെ എന്തായാലും വിളിച്ചതല്ലേ, പിന്നെ ക്രിസ്മസിൻ്റെ പാട്ടുമല്ലേ, അപ്പോൾ എന്തായാലും പോയി കേട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാൻഡേ ഒക്കെ വന്ന് പ്രോഗ്രാമൊക്കെ അങ്ങ് ഇനാഗുറേറ്റ് ചെയ്തു. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. അപ്പോൾ നമ്മൾ വന്ന് മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ടായി. അങ്ങനെ ഓരോ ഗ്രൂപ്പ്സും വന്നിട്ട് അവരുടെ ക്യാരൽ സോങ്സ് ഒക്കെ പാടി പെയ്യെ അങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നൈസായിരുന്നു എല്ലാ ഗ്രൂപ്പ്സിൻ്റെയും പരിപാടികൾ. പിന്നെ ചിലരുടെയൊക്കെ കുറച്ച് സ്പീച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഡ്രോയിങ് കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അങ്ങനെ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ ഗെയിം സെഷനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് പോയത് പ്രോഗ്രാം ജഡ്ജ് ചെയ്യാനായിട്ടല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാരൽ കോമ്പറ്റീഷൻ്റെയും ഡ്രോയിങ് കോമ്പറ്റീഷൻ്റെയും പ്രൈസസും റിസൾട്ട്സും ഒക്കെ പറഞ്ഞിട്ട് പെയ്യെ കുട്ടിപ്പട്ടാളത്തിൻ്റെയൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്നൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷമായിട്ട് ആ ഗിഫ്റ്റും ഒക്കെ വാങ്ങി പെയ്യെ പുറത്തിറങ്ങി ഫുഡും കഴിച്ച് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ.